ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ്. നിങ്ങളിൽ ഒത്തിരി പേർക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. വലിയ അത്ഭുതങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. അതിന് ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്കേറെ പ്രിയപ്പെട്ട പലരും ഇക്കാലയളവിൽ നമ്മിൽ നിന്നൊക്കെ വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വന്നിട്ടുമുണ്ട്. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, കൂട്ടുകാർ, അങ്ങനെ പലരും. എങ്കിലും അവരെയെല്ലാം നമുക്ക് വീണ്ടും പ്രത്യേകമായി ഓർമ്മിക്കേണ്ടതുണ്ട്. സ്വർഗത്തിലെത്തിയവരാണെങ്കിൽ അവർക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമില്ല. നരകത്തിലാണെങ്കിൽ അവർക്ക് നമ്മുടെ പ്രാർത്ഥനകൾ പ്രയോജനപ്പെടുകയുമില്ല. എന്നാൽ രണ്ടിനുമിടയിലും ഒരു സ്ഥലമുണ്ട്, ശുദ്ധീകരണ സ്ഥലം. അവിടെയുള്ളവരാണ് ശുദ്ധീകരണാത്മാക്കൾ. ദൈവത്തിനായി ദാഹിക്കുന്നവരും സ്വയം പരിഹാരം ചെയ്യാൻ പറ്റാത്തവരുമായ ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കാൻ നമുക്കെല്ലാവർക്കും കടമയുണ്ട്. അവർ പ്രാർത്ഥന വഴി നമ്മെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇതിന് ചില ഉദാഹരണങ്ങൾ ഫാദർ പോൾ ഒസല്ലിവൻ OP-യുടെ വായിക്കുക അല്ലെങ്കിൽ വിലപിക്കുക എന്ന പുസ്തകത്തിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാനതൊരിക്കൽ വായിക്കാനിടയായി. അതാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സത്യത്തിൽ അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. അന്നു മുതലാണ് ഞാനും ഈ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അതുവരെയൊക്കെ നമ്മൾ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്കെന്നുള്ള പ്രാർത്ഥന ചൊല്ലാറുണ്ടല്ലോ. ആ ഒരു പ്രാർത്ഥന മാത്രമേ പണ്ടൊക്കെ ഞാനും ചൊല്ലിയിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു അറിവ് കിട്ടിയതിന് ശേഷമാണ് ഞാനും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഫ്രാൻസിലെ ജനീൻ മാരി എന്ന പാവം പെൺകുട്ടി ശുദ്ധീകരണാത്മാക്കൾ അനുഭവിക്കുന്ന പീഡനങ്ങളെയും യാതനകളെയും കുറിച്ച് ഒരു പ്രസംഗം കേട്ട് മാസത്തിൽ ഒരു ദിവ്യബലി വീതം അവർക്കായി, വിശേഷിച്ചും ഉടനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ ഇടയുള്ളവർക്കായി അർപ്പിക്കാൻ തീരുമാനിച്ചു. രോഗബാധിതയായി കുറച്ചധികം നാൾ ആശുപത്രിയിൽ കഴിഞ്ഞിട്ട് ഇറങ്ങിയ അവളുടെ കയ്യിൽ ഒരു ഫ്രാങ്ക് മാത്രമാണ് ശേഷിച്ചത്. അവൾ ഒരു പള്ളിയിൽ കയറി വൈദികനെ ആ പണം ഏൽപ്പിച്ചു. ആത്മാക്കൾക്കായി ബലിയർപ്പിച്ചു. വീണ്ടും പുറത്തിറങ്ങി ജോലി തേടി നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ജോലിക്കാരി പോയ ഒരു വീട്ടിലേക്ക് അവളെ പറഞ്ഞുവിട്ടു. ജോലിക്കാരി പോയ കാര്യം എങ്ങനെയാണ് അറിഞ്ഞതെന്ന് വീട്ടമ്മ ചോദിച്ചപ്പോൾ ചുമരിലെ ചിത്രത്തിലേക്ക് ചൂണ്ടി. ആ ചെറുപ്പക്കാരനാണ് പറഞ്ഞതെന്ന് അവൾ പറഞ്ഞു. മരിച്ചിട്ട് 1 വർഷത്തിലേറെയായ ആ വീട്ടിലെ ഏക മകനായിരുന്നു അത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ഫ്രാങ്ക് ഉപയോഗിച്ച് അവൾ ബലിയർപ്പിച്ച കാര്യം പറഞ്ഞു. മോക്ഷത്തിലേക്ക് ഉടനെ എടുക്കപ്പെടാവുന്നവർക്കായി അവൾ ബലിയർപ്പിച്ചത് വഴി തൻ്റെ മകനെ സ്വർഗത്തിലെത്തിച്ചത് അവളാണെന്ന് മനസ്സിലാക്കിയ വീട്ടമ്മ അവളെ ജോലിക്കാരിയായിട്ടല്ല, തൻ്റെ മകളായി തന്നെ സ്വീകരിച്ചു. അതുപോലെ അച്ഛൻ പറഞ്ഞ മറ്റൊരു ഉദാഹരണം, ചെറുപ്പത്തിലേ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് സ്വന്തം സഹോദരന്റെ ക്രൂരതകൾക്കിരയായി കഴിഞ്ഞ വിശുദ്ധ പീറ്റർ ഡാമിയൻ മാതാപിതാക്കൾക്കായി ബലിയർപ്പണം നടത്തിയതിൻ്റെ ഫലമായി സഹോദരൻ സംരക്ഷണം ഏറ്റെടുക്കുകയും തുടർന്ന് അദ്ദേഹം വൈദികൻ, ബിഷപ്പ്, കർദിനാൾ എന്നീ നിലകളിലേക്ക് ഉയർത്തപ്പെടുകയും മരണാനന്തരം വിശുദ്ധനാക്കപ്പെടുകയും ചെയ്തു. അതുപോലെ 9-ാം പിയൂസ് മാർപ്പാപ്പ ശുദ്ധീകരണാത്മാക്കൾക്കായി പ്രാർത്ഥിക്കുകയും അവരുടെ സഹായം തേടുകയും ചെയ്തതിൻ്റെ ഫലമായി ഓർമ്മ പിശക് മാറിക്കിട്ടിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ജോവാന ഡി മെനേസ് എന്ന സ്ത്രീ തനിക്കുണ്ടായ ക്യാൻസർ രോഗം മാറുന്നതിനായി ശുദ്ധീകരണാത്മാക്കൾക്കായി 9 ദിവ്യബലി അർപ്പിക്കാൻ ഏർപ്പാട് ചെയ്യുകയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി രോഗം മാറിയ വിവരവും രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പുസ്തകത്തിൽ. അതുപോലെ മിഷണറി വൈദികനായ ലൂയി മെനാസി കൊള്ളക്കാർ നിറഞ്ഞ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ശുദ്ധീകരണാത്മാക്കളുടെ സംരക്ഷണം തേടി അവർക്കായി ജപമാല ചൊല്ലുകയും ചെയ്തു. വഴിക്ക് കൊള്ളക്കാരുടെ വലയത്തിലകപ്പെട്ടപ്പോൾ ശുദ്ധീകരണാത്മാക്കൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ സംഭവവും ഈ പറഞ്ഞ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ചുരുക്കത്തിൽ, ശുദ്ധീകരണ ആത്മാക്കൾക്കായി കുർബാന ചൊല്ലിക്കുക, കുർബാനയിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ജപമാലയും മറ്റു പ്രാർത്ഥനകളും ചൊല്ലുക, സഹനങ്ങളും പരിത്യാഗ പ്രവർത്തികളും അവർക്കായി സമർപ്പിക്കുക തുടങ്ങിയവ ചെയ്യുമ്പോൾ അവർക്കും അവരുടെ സഹായം നമുക്കും ലഭിക്കുകയും നമ്മുടെ ആത്മീയ വളർച്ച സാധ്യമാവുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്? വിശുദ്ധ ജർദ്രൂദിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ജപിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രം ഒരൊറ്റ പ്രാർത്ഥനയിലൂടെ 1000 ശുദ്ധീകരണാത്മാക്കൾ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അത്രയും ശക്തിയുറ്റ ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം ഇനി മുതൽ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം ശുദ്ധീകരണാത്മാക്കൾക്കായി. ഇതൊരു കുഞ്ഞു പ്രാർത്ഥനയാണ് കേട്ടോ. വിശുദ്ധ ബലി അർപ്പിക്കാനൊന്നും പറ്റാത്ത സഹോദരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൊച്ചു പ്രാർത്ഥനയിലൂടെയും അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കയറ്റിവിടാവുന്നതാണ്. നിത്യപിതാവേ, ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോടൊപ്പം അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ സകല ആത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെയും എൻ്റെ ഭവനത്തിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കും തിരുഹൃദയത്തിൻ്റെയും വിമല ഹൃദയത്തിൻ്റെയും നിർമ്മല ഹൃദയത്തിൻ്റെയും സ്തുതിക്കും എൻ്റെ നിയോഗങ്ങൾക്കുമായി ഞാൻ സമർപ്പിച്ചുകൊള്ളുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് 1000 ആത്മാക്കളെ ഒറ്റയടിക്ക് മോചിപ്പിക്കാം ഈ കൊച്ചു പ്രാർത്ഥന ചൊല്ലിയാൽ. നമുക്കൊന്നുകൂടെ പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോടൊപ്പം അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ സകല ആത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെയും എൻ്റെ ഭവനത്തിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കും തിരുഹൃദയത്തിൻ്റെയും വിമല ഹൃദയത്തിൻ്റെയും നിർമ്മല ഹൃദയത്തിൻ്റെയും സ്തുതിക്കും എൻ്റെ നിയോഗങ്ങൾക്കുമായി ഞാൻ സമർപ്പിച്ചുകൊള്ളുന്നു. ചെറുപ്പത്തിലെ എന്നെ എൻ്റെ വല്യമ്മച്ചി പഠിപ്പിച്ച ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ടുള്ള ഒരു കൊച്ചു സുഹൃത ജപമുണ്ട്. അത് ഞാൻ മുമ്പ് ഉള്ളൊരു വീഡിയോയിലൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതും കൂടെ ഞാൻ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാം. ഈശോ മറിയം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കണമേ. ഇങ്ങനെ ഈ കുഞ്ഞു സുഹൃത ജപം നമ്മൾ ഒരു തവണ പ്രാർത്ഥിക്കുമ്പോൾ ഒരാത്മാവ് വെച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോകുമെന്നാണ് വല്യമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നത്. ഈശോ മറിയം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കണമേ. നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കുട്ടികളെയൊക്കെ നമുക്ക് ഈ കുഞ്ഞു സുഹൃത ജപം പഠിപ്പിച്ച് അനേകം ആത്മാക്കളെ, ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന അനേകം ആത്മാക്കളെ നമ്മുടെ ഈ കുഞ്ഞു പ്രാർത്ഥനയിലൂടെ, പരിത്യാഗ പ്രവർത്തികളിലൂടെയൊക്കെ അനേകം ആത്മാക്കളെ നമുക്ക് സ്വർഗത്തിലേക്ക് കയറ്റിവിടാം.